نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും കൃപയും നമ്മിലെല്ലാം സദാ വർഷിക്കുമാറാവട്ടെ. ആമീൻ. മതം മറക്കുന്ന മനസ്സുകൾ, മതത്തെ മറക്കുന്ന മനസ്സുകളെന്ന് പറയുമ്പോൾ അള്ളാഹുവിനെ മറക്കുന്ന, പരിശുദ്ധ ഖുർആനിനെ ഓർക്കാൻ തയ്യാറാകാത്ത, പരലോക ബോധവും പരലോക ചിന്തയും അതൊക്കെ വിസ്മരിക്കുന്നവർ, അങ്ങനെയുള്ള ആളുകൾ സമൂഹത്തിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരം ആളുകളുടെ കൂട്ടത്തിൽ ഞാനോ നിങ്ങളോ പെട്ടുപോകാതിരിക്കാൻ വളരെയധികം ജാഗ്രത കൈക്കൊള്ളണം എന്നുള്ളതാണ്. അത് പരിശുദ്ധ ഖുർആനിൻ്റെ പാഠമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, മതത്തെ മറക്കുന്ന മനസ്സുകളായി നിങ്ങൾ മാറാൻ പാടില്ല. സൂറത്തുൽ ഹശ്റിൽ 19-ാമത്തെ വചനം പറയാൻ, വലാ തകൂനു കല്ലദീന നസുല്ലാഹ്, അള്ളാഹുവിനെ മറന്ന ഒരു വിഭാഗത്തെ പോലെ നിങ്ങൾ ആകരുത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അദ്ദേഹത്തിൻ്റെ അനുയായികൾ, സ്വഹാബത്ത്, പ്രവാചകൻ തൻ്റെ അനുയായികളോട് ആയത്തോതിക്കൊണ്ട് പറയുകയാണ്, അള്ളാഹുവിനെ വിസ്മരിച്ച തലമുറകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ ജനവിഭാഗങ്ങളെപ്പോലെ നിങ്ങളാകാനായിട്ട് പാടില്ല. അങ്ങനെ ആയാലോ ഫഅൻസാഹും അൻഫുസഹും ഉലൈക ഹുമുൽ ഫാസിഖൂൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ മറപ്പിക്കും എന്നുള്ള, സ്വന്തത്തെക്കുറിച്ച് മറപ്പിക്കും, അവര് അധർമ്മകാരികളാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹുവിനെ വിസ്മരിച്ചിട്ടുള്ള ജനങ്ങൾ, അങ്ങനെയുള്ളൊരു ഹൃദയം ഒരിക്കലും നമുക്ക് ഭൂഷണമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. മഹാനായിട്ടുള്ള ഇമാം ഇബ്നു ജരീർ ത്വബരി റഹിമഹുല്ല ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് രേഖപ്പെടുത്തുകയുണ്ടായി. എന്താണ് അള്ളാഹുവിനെ മറന്നവർ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? മതം മറക്കുന്ന മനസ്സുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അദ്ദേഹം രേഖപ്പെടുത്തി, വലാ തകൂനു കല്ലദീന തറകൂ അദാ ഹഖ്ഖല്ലാഹ്, അള്ളാഹുവിനുള്ള അവകാശം, അള്ളാഹുവിന് ഉള്ള ഹക്ക്, അത് നിർബന്ധമായും നിർവഹിക്കേണ്ടത്, അങ്ങനെയുള്ള ഹക്ക് അത് ഉപേക്ഷിച്ച ആളുകളായി നിങ്ങൾ മാറരുത്. അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്, വലാ തകൂനു കല്ലദീന തറകൂ അദാ ഹഖ്ഖല്ലാഹില്ലദീ ഔജബഹു അലൈഹിം, അവരുടെ മേൽ അള്ളാഹു നിർബന്ധമാക്കിയിട്ടുള്ള അള്ളാഹുവിന് ലഭിക്കേണ്ടതായിട്ടുള്ള ഹക്ക്,
അള്ളാഹുവിനുള്ള അവകാശം അത് ഉപേക്ഷിക്കുന്ന ആളുകളായി നിങ്ങൾ മാറരുത്. അങ്ങനെ മറന്നാലോ, മതത്തെ മറക്കുന്ന മനസ്സുകളായാലോ, തീർച്ചയായും നന്മയിൽ നിന്ന് അവർക്കുള്ള ഓഹരികൾ അല്ലാഹു തആല അത് മറപ്പിക്കും എന്നുള്ളതാണ്. അതവർക്ക് കിട്ടാതെ പോകുന്ന ഒരവസ്ഥ വരുന്ന. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഓരോ മുസ്ലിമും കേവലം ഒരു മുസ്ലിം നാമധാരിയായാൽ പോരാ, ഒരു മാതൃകാ മുസ്ലിമാകണം. മുസ്ലിം പേരുണ്ട്, മുസ്ലിം കുടുംബത്തിൽ ജനിച്ചവനായിരിക്കാം, പക്ഷേ പലപ്പോഴും പല ഘട്ടങ്ങളിലും മതത്തിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും മതത്തിൻ്റെ സംസ്കാരങ്ങളും അല്ലെങ്കിൽ മതത്തിൻ്റെ ഉപദേശങ്ങളൊക്കെ തന്നെയും കാറ്റിൽ പറത്തിക്കൊണ്ട് അതിനൊക്കെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം, മറന്നുകൊണ്ടുള്ള ഒരു ജീവിതം, അത് ശരിയല്ല. എല്ലാ അർത്ഥത്തിലും മനസ്സാ വാചാ കർമ്മണ ഒരു വിശ്വാസി ഖുർആനിനും തിരുസുന്നത്തിനും അതിൻ്റെ ആ സാരാംശങ്ങൾ, അതിൻ്റെ തത്വസംഹിതകൾ, അതിൻ്റെ ആശയങ്ങൾ അത് ജീവിതത്തിൽ പകർത്തുന്നവനായിരിക്കണം എന്നുള്ളതാണ്. ഏത് രംഗമെടുത്തു നോക്കിയാലും പ്രിയമുള്ളവരെ, നേരെ ചൊവ്വേ ശുദ്ധമായ മനസ്സോടുകൂടെ ജീവിക്കുന്നവനായിരിക്കണം ഒരു മുസ്ലിം എന്ന് പറയുന്നത്. അവൻ്റെ മനസ്സിൽ അള്ളാഹുവിനെ മറന്നുകൊണ്ട് പരലോക ചിന്തയില്ലാത്ത ഒരു ജീവിതം, അള്ളാഹുവിനെ മറന്നുകൊണ്ടുള്ളൊരു ജീവിതം ഒരു വിശ്വാസിക്ക്, ഒരു മനുഷ്യൻ ഒരിക്കലും യോജിച്ചതല്ല എന്നുള്ളതാണ്. ഇന്ന് വർത്തമാന കാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മുമ്പൊക്കെ യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ടായിരുന്നു യുദ്ധം. ആ യുദ്ധത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ? നമ്മുടെ ജീവൻ, ശത്രു എതിരാളിയുടെ ജീവൻ നഷ്ടപ്പെടുത്തുക, അവൻ്റെ തലവെട്ടുക, അങ്ങനെയുള്ളതായിരുന്നു. എന്നാൽ ഇന്ന് യുദ്ധം കേവലം മനുഷ്യൻ്റെ ജീവൻ ഹനിക്കുക മാത്രമല്ല, മറിച്ച് ഇപ്പോൾ ഇസ്ലാമിക സമൂഹത്തിനെതിരെ അവരുടെ സംസ്കാരങ്ങളിലേക്ക് അവരറിയാതെ കടന്ന് കയറിക്കൊണ്ട് ആ സംസ്കാരങ്ങളിൽ മൂല്യശോഷണം വരുത്തിക്കൊണ്ട് ആ രൂപത്തിലുള്ള ആശയപരമായിട്ടുള്ള യുദ്ധങ്ങൾ, അതാണ് മുസ്ലിം സമൂഹത്തിൻ്റെ സംസ്കാരങ്ങൾ കളഞ്ഞു കുളിച്ചുകൊണ്ട് പാശ്ചാത്യ സംസ്കാരങ്ങൾ, മറ്റ് മതസ്ഥരുടെ, അതുപോലെ മറ്റ് തത്വസംഹിതക്കാരുടെ, ആശയഗതിക്കാരുടെ ഒക്കെ സംസ്കാരങ്ങളും അവരുടെ കാഴ്ചപ്പാടുകളും ഒക്കെ മുസ്ലിങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അതിൻ്റെ വാഹകരായിക്കൊണ്ട് അങ്ങനെ മാറുന്ന അവസ്ഥ, അതൊരു സത്യത്തിൽ യുദ്ധമാണ്. ഇന്ന് വർത്തമാന കാലഘട്ടത്തിലെ യുദ്ധത്തിൻ്റെ രീതികൾ അങ്ങനെയാണ്. നേർക്ക് നേരെ മിസൈൽ വിടുക, ആ യുദ്ധം മാത്രമല്ല, മറിച്ച് നമുക്കറിയാം പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ഒക്കെ ആശയങ്ങൾക്കനുസൃതമായിക്കൊണ്ട് ജീവിതം നയിക്കുന്ന ജനവിഭാഗങ്ങൾ, അവരെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കണം എന്ന് ഒരു ലക്ഷ്യം വെക്കുകയും അതിന് എന്തൊക്കെയുണ്ട് മാർഗങ്ങൾ എന്ന് ചിന്തിക്കുകയും എന്നിട്ട് അവരുടെ വിശ്വാസങ്ങളിൽ, അവരുടെ കർമ്മങ്ങളിൽ, അവരുടെ അനുഷ്ഠാനങ്ങളിൽ, അവരുടെ സംസ്കാരങ്ങളിൽ, അവരുടെ സമീപന രീതികളിലൊക്കെ തന്നെയും പല രൂപത്തിൽ കടന്ന് കയറിക്കൊണ്ട് അങ്ങനെ മാറ്റങ്ങൾ വരുത്തുകയാണ്. സത്യത്തിൽ ഇന്ന് കാണുന്ന മുസ്ലിം സമൂഹത്തിൽ കാണുന്ന പല മാറ്റങ്ങളുണ്ടല്ലോ, അവരുടെ മൂല്യച്യുതികളുണ്ടല്ലോ, അധർമ്മങ്ങൾക്ക് വിധേയമായിട്ടുള്ള അവസ്ഥയുണ്ടല്ലോ. ആരാണതിന് പിന്നിൽ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ ഇസ്ലാമിനോട് യുദ്ധം ആഗ്രഹിക്കുന്ന ചില ആളുകളാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അത് വേഷത്തിലാകട്ടെ, മറ്റുള്ള എല്ലാ സംഭവങ്ങളിലും, ഭക്ഷണ രീതികളിൽ ഉൾപ്പെടെ, പ്രത്യേകിച്ച് വേഷം, അതുപോലെ തന്നെ ഇപ്പോൾ വിവാഹ സദസ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ, പേര് സ്വീകരിക്കുന്നതിലുൾപ്പെടെ ഒരുപാട് കാര്യങ്ങളിൽ ഇത്തരം അന്യ സംസ്കാരങ്ങൾ മുസ്ലിം സമൂഹത്തിലേക്ക് കടന്ന് കയറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി അത് മാത്രമാണോ? അടിസ്ഥാനപരമായൊരു മുസ്ലിമിൻ്റെ പ്രത്യേകത എന്താ? അവന് സത്യസന്ധനായിരിക്കണം, അവന് ധർമ്മനിഷ്ഠയുള്ള ആളായിരിക്കണം. എന്നാൽ ഇപ്പോൾ ഒരു മാതൃകാ മുസ്ലിം എന്നുള്ളത് മാറി
കേവലം മുസ്ലിം നാമധാരിയായിട്ട് അങ്ങനെ ജീവിച്ചാൽ മതി എന്നുള്ള ഒരു ചിന്താഗതി പല ആളുകൾക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പം അതെന്താ? അത് മറ്റുള്ള പ്രത്യയശാസ്ത്രത്തിൻ്റെയും മറ്റുള്ള ആശയങ്ങളുടെയും ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണത്തിൻ്റെയും ഒരു സാംസ്കാരിക യുദ്ധം എന്ന് വിശേഷിപ്പിക്കാവുന്ന അതിൻ്റെയൊക്കെ ഫലമായിക്കൊണ്ടാണ് മുസ്ലിം സമൂഹത്തിൽ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, മുമ്പൊക്കെ ഈ പലിശയോടൊക്കെയുള്ള കാഴ്ചപ്പാട് എന്തായിരുന്നു? വളരെ മുമ്പൊക്കെ പലിശയോടുള്ള കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ അതിശക്തമായിട്ടുള്ള അള്ളാഹിനെക്കുറിച്ചുള്ള ഭയമായിരുന്നു പലിശക്കെടുക്കുക എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇന്ന് സർവ്വസാധാരണമായിരിക്കുന്നു. പലിശ വാങ്ങാത്ത കുടുംബങ്ങളുടെ ഒരു സർവേ എടുത്തു കഴിഞ്ഞാൽ 99% ഏതെങ്കിലും രൂപത്തിൽ പലിശക്കെടുത്തിട്ടുള്ള ആളുകളായിരിക്കും. വിവാഹത്തിന് എനിക്കറിയാം, സുബ്ഹാനല്ലാഹ്, നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ, അടിച്ച് പൊളിച്ച് വിവാഹ സദ്യ ഉണ്ടാക്കി 6 ലക്ഷം, ഇതിപ്പോഴല്ല ഏതാനും വർഷങ്ങൾക്ക് മുമ്പാ, 6 ലക്ഷം വിവാഹ സദ്യ ഉണ്ടാക്കിയതിൻ്റെ പേരിൽ, വിവാഹ സദ്യ സാധിക്കാത്ത ആളുകൾ ഒറ്റ നേരം ഉണ്ടാക്കിയ പോരെ, ഉച്ചക്കൊരു സമയം, ഇത് ഉച്ചക്ക്, പിന്നെ വൈകുന്നേരം, പിന്നെ രാത്രി, ആ രൂപത്തിൽ പല സ്ഥലത്തായിട്ട് അങ്ങനെ ഉള്ള ക്യാഷ് കഴിഞ്ഞ് പിന്നെ 6 ലക്ഷം ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് ആ രൂപത്തിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നോക്കൂ, പലിശ എന്നൊക്കെ പറയുന്നത് സത്യത്തിൽ വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഏറ്റവും വലിയ പാപം നമുക്കറിയാം ഷിർക്കാണ്. ആ ഷിർക്കിനോട് ചേർത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് പലിശ എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന 7 മഹാപാപങ്ങളുണ്ടല്ലോ, സബഉൽ മുബിക്കാത്ത് എന്ന് പറയുന്നത്. അതിലെന്താ പറയുന്നത്? അതിൽ അശ്ശിർക്കു ബില്ലാഹി വസ്സിഹർ വഖതുലുൻ നഫ്സിൽ ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. എത്ര വലിയ പാപങ്ങളാണത്! ഷിർക്ക്, സിഹർ, ഇതൊക്കെ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതുപോലെ മനുഷ്യരെ വധിക്കുക വലിയ പാപമാണ്. എന്നിട്ട് പറയുന്ന കാര്യം എന്താ? വഅകുലുർ റിബാ, പലിശ അത് ഭക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത്ര വലിയ പാപമാണ്, ഏറ്റവും വലിയ പാപവുമായിക്കൊണ്ട് ചേർത്ത് പറഞ്ഞിട്ടുള്ളൊരു വിഷയമാണ്. നമ്മുടെ നാട്ടിലൊക്കെ ചില ആളുകളുടെ ഒക്കെ എന്താ പറയുക, അവർ നമസ്കരിക്കുന്നുണ്ടാകാം, പക്ഷേ എത്രയോ ലക്ഷങ്ങൾ അവർ ലോൺ എടുക്കാൻ. എന്തിനെ? വിവാഹം, വീടിൻ്റെ വിഷയത്തിൽ. വീട് സാധിക്കുന്ന രൂപത്തിലോ നമ്മുടെ വരുമാനത്തിന് ഒതുങ്ങുന്ന രൂപത്തിലുള്ള വീടല്ല, വലിയ 5 സ്റ്റാർ രമ്യഹർമ്മങ്ങൾ, അത് ലോണെടുത്ത് പലിശക്കെടുത്തിട്ട്. ഞാനൊരിക്കലും യാത്രയിൽ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയപ്പോൾ തൊട്ടടുത്തൊരു വീട് കാണുണ്ടായി, മനോഹരമായൊരു വീട്, ആൾ താമസമില്ല. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ആ വീട് ലോൺ എടുത്ത് നിർമ്മിച്ചതായിരുന്നു, ഇപ്പോൾ അത് ബാങ്ക് ജപ്തി ചെയ്തിരിക്കുകയാണ് എന്നുള്ളത്. നിങ്ങൾ ആലോചിച്ച്, എത്രയോ കുടുംബങ്ങൾ ആ രൂപത്തിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ലോൺ എടുത്തിട്ട് വീട് മാത്രമല്ല, വീടിൻ്റെ ഡെക്കറേഷൻ, അതുപോലെ തന്നെ വാഹനം, അങ്ങനെ പല സംഗതികളും. അത് നിസ്സാരമായ കാര്യമാണോ? പരിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം 279 പറയുന്നത്, ഫഇല്ലം തഫ്അലു ഫഅ്ദനൂ ബിഹർബിൻ മിനല്ലാഹി വറസൂലി എന്നാണ്. ഈ പലിശക്ക് വാങ്ങുന്നതുണ്ടല്ലോ, പലിശ വാങ്ങുന്നത്, അതെങ്ങാനും ഉപേക്ഷിച്ചില്ല എങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നും റസൂലിൻ്റെ അടുക്കൽ നിന്നും നിങ്ങൾ യുദ്ധം പ്രതീക്ഷിക്കുക എന്നുള്ളതാണ്. എത്ര ഗൗരവമുള്ള കാര്യമാണ്! പക്ഷേ ഇന്ന് നിങ്ങൾ നോക്കൂ, ചിലപ്പോൾ 4, 5, 6 ഉംറയൊക്കെ ചെയ്തിട്ടുണ്ടാവും, ഹജ്ജ് ചെയ്തിട്ടുണ്ടാവും, നമസ്കരിക്കുന്നുണ്ടാവും, നിസ്കാരത്തഴമ്പുണ്ടാവും, പക്ഷേ ലോൺ എടുക്കുന്ന കാര്യത്തിൽ ഒരു സൂക്ഷ്മതയില്ല. അതെന്തുകൊണ്ടാണ്? തീർച്ചയായിട്ടും വ്യാപകമായിട്ട് ബാങ്കുകൾ, നിങ്ങൾ നോക്കൂ, നമ്മുടെ നാട്ടിൽ ഓരോ ബസ് സ്റ്റോപ്പിലും ബാങ്കാണ്. എത്ര ബാങ്കാണ്! ആ രൂപത്തിലേക്ക് ബാങ്കുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ പരസ്യങ്ങൾ നിരന്തരമായി മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നു, ഫോണിലേക്ക്, അതുപോലെ ഇമെയിലുകളിലേക്ക്, അങ്ങനെ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ലോണ്, വാഹനത്തിന് ലോണ്, വീടിന് ലോണ്, മറ്റുള്ള ലോണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിലാകൃഷ്ടരായിട്ട് പല മുസ്ലിം കുടുംബങ്ങളും പതിറ്റാണ്ടുകളോളം അതിൻ്റെ അടിമകളായിട്ട്.
നിങ്ങൾ നോക്കൂ, അതിൻ്റെ അടിമകളായിട്ട് എന്ന് പറഞ്ഞാൽ നിരന്തരം കിട്ടുന്ന ക്യാഷ് എന്ന വലിയൊരു തുക അതിനുവേണ്ടി ചെലവഴിക്കുക, ആ രൂപത്തിലേക്ക് മാറി എന്നുള്ളതാണ്. പലിശ എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെടുന്നത് ഏത് വിധേനയാകട്ടെ അള്ളാഹുവിൻ്റെ ശാപമുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കണം, അതുമായി ബന്ധപ്പെടുന്ന ഏത് നിലക്കാവട്ടെ. ഞാൻ വാങ്ങിയില്ല, നിങ്ങൾ വാങ്ങിയില്ല, പക്ഷേ നമ്മളൊന്ന് സാക്ഷ്യം വഹിച്ചാൽ മതി. നമ്മൾ ആലോചിക്കണം, ഒന്ന് സാക്ഷ്യം വഹിച്ചാൽ മതി, ഒരു ഒപ്പിട്ട് കൊടുത്താൽ മതി. നമ്മൾ വാങ്ങിയിട്ടില്ലെങ്കിലും കൊടുത്തില്ലെങ്കിലും മറ്റൊരാൾക്ക് വാങ്ങാനോ കൊടുക്കാനോ വേണ്ടിയിട്ട് ഒരു സാക്ഷ്യം വഹിച്ചാൽ അള്ളാഹുവിൻ്റെ ശാപം, അള്ളാഹിൻ്റെ റസൂലിൻ്റെ ശാപം ഇതൊക്കെ ഉണ്ടാകുമെന്ന ലഅന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്കല റിബാ വമൂകിലഹു വകാതിബഹു വശാഹിദൈ വകാലഹും സവാ. എല്ലാവർക്കും അറിയാവുന്ന പ്രവാചകന്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു വചനമാണ്. പക്ഷെ അതിൻ്റെ ഗൗരവം എത്ര ആളുകൾക്ക് അറിയാം? അതുപോലെ പ്രിയമുള്ളവരെ, അഴിമതി എന്നുള്ളത് നിസ്സാരമായ കാര്യമാണോ? അതൊക്കെ പല രൂപത്തിലും ഭാവത്തിലും ഇങ്ങനെ ആളുകളിലേക്ക് പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അഴിമതി എന്ന് പറഞ്ഞാൽ വലിയ മന്ത്രിയോ MLA യോ അതുപോലെയുള്ള ഭരണകർത്താക്കൾ മാത്രമല്ല, ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു നേഴ്സ്, ഒരു ഡോക്ടർ, അല്ലെങ്കിൽ മറ്റുള്ള സ്ഥാനങ്ങൾ വഹിക്കുന്ന ആളുകൾ, പല രൂപത്തിലും അവർക്ക് ഒരു തുക അല്ലെങ്കിൽ ഒരു മൂല്യമുള്ള വസ്തു അത് സമർപ്പിക്കണം, എന്നാലാണ് അവരാ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, അതായത് ഒരു സൂചി, നമ്മൾ ഈ പിന്നെന്ന് പറയുന്ന സൂചി ഉണ്ടല്ലോ, തുന്നാനൊക്കെ ഉപയോഗിക്കുന്ന, അതാണ് ആരെങ്കിലും അഴിമതിയായിട്ട് സ്വീകരിക്കുന്നതെങ്കിൽ എത്ര ഗൗരവമുള്ള വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, മനിസ്തഅമൽനാഹു മിൻകും അലാ അമലിൻ, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരെയെങ്കിലും നാം ഒരു കർമ്മത്തിന് വേണ്ടി ചുമതലപ്പെടുത്തി, ഫകതമനാ മിഖ്യതൻ, എന്നിട്ട് അതൊന്നൊരു സൂചി, മിഖ്യത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂചി എന്ന് പറയും, അതെങ്ങാനും മറച്ചു വെച്ചു, ഫമാ ഫൗകഹു, അതല്ല അതിനേക്കാൾ ചുരുങ്ങിയത് എന്നർത്ഥം, കാന ഗുലൂലൻ, അത് വഞ്ചനയാണ്, അന്ത്യനാളിൽ ഹാജരാക്കപ്പെടും എന്നുള്ളതാണ്. അപ്പം അത്രമാത്രം ആദർശപരമായ കണിശത അതാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. എന്നിട്ട് പറഞ്ഞു, ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർറാശി വൽ മുർതശി, കൈക്കൂലി കൊടുക്കുന്നവൻ, കൈക്കൂലി വാങ്ങുന്നവൻ, അഴിമതി നടത്തുന്ന ആളല്ല, ആ ആൾ മാത്രമല്ല, അതിന് സംവിധാനം സാഹചര്യം ഒരുക്കുന്ന ആൾ, അവരൊക്കെ ശപിക്കപ്പെട്ടവരാണ് എന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ്? ഒരു ഉദ്യോഗം കിട്ടിക്കഴിഞ്ഞാൽ, ഒരു സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നിർവഹിക്കേണ്ടുന്ന കാര്യം, ഒരു പ്രതിഫലവുമില്ലാതെ നിർവഹിക്കേണ്ടുന്ന കാര്യം, ഇങ്ങനെ പ്രത്യേക ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയിട്ടത് ആ സേവനം ചെയ്യുക എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ പ്രിയമുള്ളവർ, എത്രമാത്രം ഗുരുതരമാണ് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ. നിങ്ങളൊരു പഞ്ചായത്തിലേക്ക് പോയി നോക്കൂ, ഒരു വീടുണ്ടാക്കണമെങ്കിൽ, ഒരു പ്ലാന് സമർപ്പിക്കണമെങ്കിൽ, അതുപോലെ ഒരു കട ഓപ്പൺ ചെയ്യണമെങ്കിൽ, എന്ത് ചെയ്യണമെങ്കിലും എവിടെയും നിസ്സാര കാര്യങ്ങൾക്ക് പോലും അവിടെ എന്ത് ചെയ്യണം? കൈക്കൂലി കൊടുക്കേണ്ട അവസ്ഥയാണ്. ഇതൊക്കെ കൈപ്പറ്റി ജീവിക്കുന്ന മുസ്ലിങ്ങളുണ്ട്, മുസ്ലിം ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇത് ഉദാഹരണങ്ങളാണ്. അപ്പോൾ അവർ തിന്നുന്നത് എന്താ? ഹറാമാണ്. അവർ തിന്നുന്നത് എന്താണ്? അല്ലാഹു തആല വിരോധിച്ച കാര്യമാണ്. അവരുടെ പ്രാർത്ഥന റബ്ബെങ്ങനെ സ്വീകരിക്കാനാണ്? ഹറാമായത് ഭക്ഷിച്ചാൽ അല്ലാഹു തആല അവൻ്റെ പ്രാർത്ഥന എങ്ങനെയാ സ്വീകരിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചല്ലോ, ഫഅന്നാ യുസ്തജാബു ലഹു, അവനെങ്ങനെയാണ് അവൻ്റെ ദുആക്ക് ഉത്തരം ചെയ്യപ്പെടുക? എപ്പോഴാണ് അത് പറഞ്ഞത്? ഹജ്ജിന് വന്നല്ലോ ഒരാൾ, ആ മനുഷ്യൻ വന്നത് സുദീർഘമായ വഴി ദൂരം താണ്ടിക്കൊണ്ട്
ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് നടന്ന് ക്ഷീണിച്ച് ശരീരമാകെ പൊടിപടലങ്ങളുണ്ട്, അതുപോലെ മുടി ജട കുത്തിയിട്ടുണ്ട്. ഒരു സാധുവായ മനുഷ്യനാണെന്ന് കണ്ടാൽ തോന്നും. ആ സാധുവായ മനുഷ്യൻ കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുകയല്ലേ? അപ്പോഴാണ് പറയുന്നത്, അവനെങ്ങനെയാണ് ഉത്തരം ലഭിക്കുക? അവൻ്റെ ഭക്ഷണം ഹറാമാണ്, അവൻ്റെ വെള്ളം ഹറാമാണ്, അവൻ ധരിച്ചത് ഹറാമാണ്, അവന് വളർന്ന് വന്നത് തന്നെ ഹറാമാണ്. ഓരോന്നായിട്ട് റസൂൽ പറഞ്ഞു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഈ കൈക്കൂലി കൊടുക്കലും വാങ്ങലും ഇതൊക്കെ വലിയ വലിയ കുറ്റകരമായ കാര്യമാണ്. ഇതെങ്ങനെ ഇത്രമാത്രം ഇതൊന്നും പ്രശ്നമല്ല എന്നുള്ളൊരു ചിന്താഗതി, അവിടെയൊക്കെ മതത്തിൻ്റെ കൽപ്പനകൾ മറക്കുന്ന, അള്ളാഹുവിൻ്റെ ശാസനകൾ വിസ്മരിക്കുന്ന ഒരു രൂപം അതെങ്ങനെ നമ്മുടെ സമൂഹത്തിലേക്ക് വന്നു? മായം ചേർക്കുക എന്ന് നിങ്ങൾ കേട്ടില്ലേ? ഈ മായം ചേർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പെട്രോളിലെ മായം അങ്ങനെയാണ്. ഒരു പെട്രോൾ പമ്പിൽ പോയാൽ അവിടെ നല്ല പെട്രോൾ കിട്ടുകയില്ല എന്നാണ് ആളുകൾ പറയുന്നത്. എന്താ കാരണം? അല്ലെങ്കിൽ ശരിയായ പെട്രോൾ കിട്ടുന്ന പെട്രോൾ പമ്പ് എന്ന് പറയുന്നത് അപൂർവങ്ങളിൽ അപൂർവമാണ് എന്നാണ് പറയുന്നത്. എന്താ കാരണം? അതിൽ മായം കലർത്തിയിട്ടുണ്ട്. അങ്ങനെ വെളിച്ചെണ്ണയിൽ മായം, മുളകിൽ മായം, ഇങ്ങനെ അരിയിൽ മായം കലർത്താത്ത. അപ്പോൾ ഇതൊക്കെ എന്താണ്? ആരാണ്? മുസ്ലിങ്ങളുടെ സ്ഥാപനങ്ങളുണ്ട്, മുസ്ലിങ്ങൾ അവിടെ ജോലി ചെയ്യുന്നു. അപ്പോൾ ഈ രൂപത്തിൽ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് മേഖലകളിലേക്ക് അല്ലാഹു തആല നിഷിദ്ധമാക്കിയിട്ടുള്ള മഹാപാപമായിട്ടുള്ള കാര്യങ്ങൾ കടന്നു കയറിയിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ എന്താണ് അർത്ഥമാക്കുന്നത്? അവിടെ മതത്തിൻ്റെ കൽപ്പനകൾ, മതത്തിൻ്റെ നിയമങ്ങൾ, ഇസ്ലാമിക ശരീഅത്ത് മുന്നോട്ട് വെച്ചിട്ടുള്ള അതിൻ്റെ കൃത്യവും കണിശവുമായിട്ടുള്ള വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ടാണ് ആളുകൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ മതത്തെ വേണ്ടുവോളം മറന്നുകൊണ്ട് എന്നാൽ മുസ്ലിം നാമധാരിയായിക്കൊണ്ട് ജീവിക്കുന്ന ഒരവസ്ഥ അത് പാടില്ല പ്രിയമുള്ളവരെ. ഇനിയിപ്പോൾ കുടുംബജീവിതമൊക്കെ എടുത്തു നോക്കിയാലോ? കുടുംബജീവിതം എന്ന് പറയുമ്പോൾ ഒരുപാട് സംഗതികളുണ്ട്. നമ്മുടെ മാതാപിതാക്കളോടുള്ള സമീപനത്തെക്കുറിച്ച് പറയുമ്പോൾ വളരെ മോശമായിട്ടുള്ള പല ന്യൂസുകളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരെ അടിക്കുന്നതും, അതുപോലെ തന്നെ വഴിയിൽ ഉപേക്ഷിക്കുന്നതും, വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നതും, കൊല നടത്തുന്നതും ഒക്കെ, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ. ഇനി അതുമാത്രമല്ല, മാന്യമായിട്ടുള്ളൊരു കരുണാപരമായിട്ടുള്ള ഒരു കൃപയോടുകൂടെ മുതിർന്ന തൻ്റെ മാതാപിതാക്കളോടുള്ള ഒരു പെരുമാറ്റം. സത്യത്തിൽ ഈ മാതാപിതാക്കളോടുള്ള പെരുമാറ്റം എന്ന് പറയുന്നത് അത് നിസ്സാരമായ കാര്യമല്ല. ഖുർആനിൽ എത്രയോ ആയത്തുകളിൽ പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞപ്പോൾ, മഹാനായ യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് പറഞ്ഞപ്പോൾ വബർറം ബിവാലിദൈഹി വലം യകുൻ ജബ്ബാറൻ അസിയ്യാ, യഹ്യാ അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് പറഞ്ഞു, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നവനായിരുന്നു. ഈസാ അലൈഹി സ്വലാമയെ കുറിച്ച് പറഞ്ഞു വബർറം ബിവാലിദതി വലം യജഅൽനി ജബ്ബാറൻ ഷഖിയ്യാ. അപ്പോൾ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്നുള്ളത് നിസ്സാരമായ കാര്യമല്ല. പക്ഷേ സന്തോഷകരമായ ചില കാര്യങ്ങളുമുണ്ട്. ഇപ്പോൾ എന്തു ചെയ്യുന്നു? ഭാര്യയെയും മക്കളെയും ടൂറൊക്കെ കൊണ്ടുപോകുമ്പോൾ മുതിർന്നവരായ തന്നെ മാതാപിതാക്കളെ ടൂർ കൊണ്ടുപോകുന്ന മക്കളുണ്ട്. പക്ഷേ അതൊക്കെ വളരെ ചുരുങ്ങിയ നിലയിൽ, അല്ലെങ്കിൽ വളരെ അപൂർവം എന്ന് തന്നെ പറയാവുന്ന രൂപത്തിലാണ്. അതുമാത്രമല്ല, ടൂർ കൊണ്ടുപോകുക എന്നുള്ളതല്ല, സന്തോഷങ്ങളിൽ അവരെയും പങ്കെടുപ്പിക്കുക, അവരുടെ മനസ്സിൽ സന്തോഷം പകരുക, ആ രൂപത്തിൽ ശ്രദ്ധിക്കുന്ന ചില കുടുംബങ്ങളുണ്ട്. ആ രൂപത്തിലേക്ക് നമ്മൾ മാറണം. നമ്മൾ ഏത് രംഗമാകട്ടെ പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ, അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അത് പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ, മാതൃകാ മുസ്ലിങ്ങളായി മാറാൻ, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പരിശുദ്ധ ഖുർആൻ പറയുന്ന വചനമെന്ന് പറയുന്നത് എന്താ? വഖലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ.
ആ റബ്ബ് വിധിച്ചിട്ടുണ്ടെന്ന അവനെ ആരാധിക്കാൻ, അവനിൽ പങ്കുചേർക്കാതിരിക്കാൻ, എന്നിട്ട് പറയുന്നത് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നാണ്. ഈ അടുത്ത് ഒരു സഹോദരി പറയുകയുണ്ടായി. ആ സഹോദരി വിധവയാണ് പ്രിയമുള്ളവരെ. അവരുടെ സഹോദരന്മാരുണ്ട്, ആങ്ങളമാരുണ്ട്, 3 ആങ്ങളമാരുണ്ട്. മാതാവ് എന്ന് പറയുമ്പോൾ അവരുടെ ഈ സ്ത്രീയുടെ, സഹോദരിയുടെ, വിധവയുടെ പിതാവ് വർഷങ്ങൾക്ക് മുമ്പേ പോയിട്ടുണ്ട്, മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഈ മാതാവിന് ബ്രെയിൻ ട്യൂമർ ഉണ്ടായി. ബ്രെയിൻ ട്യൂമർ ഉണ്ടായിട്ട് 9 വർഷക്കാലം ഈ വിധവയായ സഹോദരി ആ മാതാവിനെ ശുശ്രൂഷിച്ച് കുളിപ്പിക്കണം, അതുപോലെ മറ്റുള്ള സഹായങ്ങൾ ചെയ്യണം, ആശുപത്രിയിൽ കൊണ്ടുപോകണം. അങ്ങനെ ആ സഹോദരി ആ സഹോദരി കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്ന രൂപത്തിൽ ഉള്ള ആ ഒരു ഗദ്ഗതത്തോടുകൂടെ പറയുകയാണ്, എൻ്റെ മാതാവ് കുറേ കാലം കഴിഞ്ഞപ്പോൾ അവർക്ക് നിരന്തരം ബെഡിൽ കിടക്കേണ്ടെന്ന അവസ്ഥ വന്നു. അങ്ങനെ ബെഡിൽ തന്നെ മലമൂത്ര വിസർജനം ചെയ്യുന്ന അവസ്ഥ. എന്നിട്ട് പോലും സഹോദരങ്ങൾ തിരിഞ്ഞു നോക്കുന്നില്ല. അത് അവൾക്ക് ഭർത്താവില്ല, കുട്ടികളില്ല, അവൾ നോക്കട്ടെ എന്നുള്ള ചിന്താഗതി ആ സഹോദരങ്ങൾക്ക്, ആങ്ങളമാർക്കുണ്ടായി എന്നുള്ളതാണ്. എന്ത് കടപ്പാടാണ് മാതാപിതാക്കളോട്, എന്ത് കടപ്പാടാണ്. പ്രത്യേകിച്ച് വാർദ്ധക്യത്തിൽ എഴുന്നേറ്റ് നിന്ന് ഒരു അല്പം ഭക്ഷണം സ്വന്തം കൈകൊണ്ട് വായിലേക്ക് വെക്കാനുള്ള ശേഷി പോലും നഷ്ടപ്പെടുന്ന കാലഘട്ടത്തിൽ തൻ്റെ രക്തത്തിൽ പിറന്ന മക്കൾ, ആൺമക്കൾ എന്ന് പറയുമ്പോൾ അഭിമാനം കൊള്ളുന്നവരുണ്ട്. പക്ഷേ ആ ആൺമക്കൾ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ള. വല്ലപ്പോഴൊക്കെ വരും, എന്താണ് വർത്തമാനം എന്ന് ചോദിക്കും, വല്ല ഫ്രൂട്ട്സോ അല്ലെങ്കിൽ വല്ല എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും. അത് മതിയോ? പോരാ, അവരുടെ കൈ പിടിച്ചുകൊണ്ട് ഒന്ന് വീടിൻ്റെ മുമ്പിലേക്ക്, സിറ്റ് ഔട്ടിലേക്ക് കൊണ്ടുവരാൻ, അവരോടൊന്നിച്ച് ഇരുന്ന് വർത്തമാനം പറയാൻ, അവർക്ക് വേണ്ടി ഭക്ഷണം ഒന്ന് കൊണ്ടുവരാൻ, ഒന്ന് കൊണ്ടുപോകാൻ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സേവനങ്ങൾ, ഒരു സ്നേഹത്തോടുകൂടെയുള്ള, ആർദ്രതയോടുകൂടെയുള്ള ഒരു മാനുഷികമായിട്ടുള്ള സമീപനം ഈ മക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാതെ പോകുന്നു എന്നുള്ളത് എന്തുകൊണ്ടാണത്? അതൊക്കെ എന്താ അറിയോ, ഈ കാലഘട്ടത്തിൽ വർദ്ധിച്ച തോതിലുള്ള ഈ ഭൗതിക ആസക്തി, അതെന്തുകൊണ്ടാണ്? അത് ഈ പാശ്ചാത്യ സംസ്കാരങ്ങളും അതുപോലെ മറ്റുള്ള പല തത്വസംഹിതകളും നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ അറിയാതെ നമ്മെ കൂടുതലായി സ്വാധീനിച്ച് മതമൂല്യങ്ങൾ നമ്മൾ ബലികഴിച്ചു. അള്ളാഹുവിൻ്റെ കിതാബിൻ്റെ കൽപ്പനകൾ നമ്മൾ തൃണവൽഗണിച്ചു. അതുകൊണ്ടാണ് സ്വന്തം മാതാവിനെ ഒന്ന് പോയി കാണും. നോക്കൂ, പിതാവ് എന്നോ മരണപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഈ സ്ത്രീ ഇങ്ങനെ കഴിയാണ്. ഒരു സുപ്രഭാതത്തിൽ ബ്രെയിൻ ട്യൂമർ വരികയാണ്. എന്നിട്ട് 9 വർഷക്കാലമൊക്കെ ഒരു മകൾ വിധവ എന്നുള്ള നിലയ്ക്ക് അവൾ നോക്കി പരിചരിച്ച് വരിക എന്ന് പറഞ്ഞാൽ എത്രമാത്രം ത്യാഗമാണ്. അപ്പോൾ അത് മാത്രമല്ല പ്രിയമുള്ളവരെ, ഇങ്ങനെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് പരിശോധിച്ച് നോക്കിയാൽ ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അവിടെയും നമ്മൾ മതത്തെ മറന്നുകൂടാ. പരിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞത്? വലാ തകൂനൂ കല്ലദീന നസുല്ലാഹ്, അല്ലാഹുവിനെ മറന്ന ഒരു ജനവിഭാഗത്തെ പോലെ നിങ്ങൾ ആകാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. ഇനി ഈ പിതാവൊക്കെ മരണപ്പെട്ടാൽ അല്ലെങ്കിൽ മാതാവ് മരണപ്പെട്ടാൽ സ്വത്ത് വിഭജിക്കണമല്ലോ. അനന്തരാവകാശ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, പല കുടുംബങ്ങളിലും അനന്തരാവകാശം ഇസ്ലാം പറയുന്നത് പോലെ അർഹതപ്പെട്ട ആളുകൾക്ക് കൊടുക്കാൻ തയ്യാറില്ല. സമ്പത്ത് കാണുമ്പോൾ അത് വാരി കൂട്ടുകയാണ്. ഖുർആൻ പറയുന്നുണ്ടല്ലോ, അവർ സമ്പത്തിനോട് അമിതമായിട്ടുള്ള ഒരു പ്രേമം, ഒരു സ്നേഹം, അതാണ് അവർ പ്രകടിപ്പിക്കുന്നത്. എന്നിട്ടത് വാരി കൂട്ടി തിന്നുകയാണ്. ഇവിടെ നിങ്ങൾ നോക്കൂ, അനന്തരാവകാശം വീതം വെച്ചപ്പോൾ പെങ്ങന്മാർ അവരെ കല്യാണം കഴിച്ചപ്പോൾ സ്വർണം കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് അവർക്ക് അവകാശമില്ല എന്ന് പറയുന്ന കുടുംബങ്ങൾ.
അപ്പോൾ അതുപോലെ പല ന്യായങ്ങളും പറഞ്ഞ് അനന്തരാവകാശത്തിന് വെട്ടിക്കുറക്കുന്നവർ അത് കൊടുക്കാതെ, സത്യത്തിൽ എന്താണ് ഖുർആനിൽ പറയുന്നത്? പരിശുദ്ധ ഖുർആനിൽ പറയുന്നൊരു കാര്യം, അനന്തരാവകാശം എങ്ങനെ വീതം വെക്കണം, അത് ഒരു മകളാണെങ്കിൽ എത്ര, ഒന്നിലധികം മക്കളാണെങ്കിൽ എത്ര, ഇപ്പോൾ മക്കളായിട്ട് പെൺകുട്ടികളാണെങ്കിൽ ഒരു മകളാണെങ്കിൽ എത്ര, അതുപോലെ രണ്ടാളാണെങ്കിൽ എത്ര, രണ്ടിലധികമാണെങ്കിൽ എത്ര, ആണും പെണ്ണുമായിട്ട് മക്കളുണ്ടെങ്കിൽ എത്ര, ഇതൊക്കെ വളരെ കൃത്യമായിട്ട് മാതാപിതാക്കൾക്ക് എത്ര, ആൺമക്കളില്ലെങ്കിൽ ഈ മരണപ്പെട്ട വ്യക്തിയുടെ സഹോദരങ്ങൾക്ക് എത്ര, ഇതൊക്കെ വളരെ കൃത്യവും വ്യക്തവുമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യം വന്നാൽ ഇതാ നമ്മുടെ പിതാവ് മാതാവ് അവരിൽ ആരെങ്കിലുമൊക്കെ വിട പറഞ്ഞു, അവരുടെ സ്വത്തുണ്ട്, അത് വിഭജിക്കാൻ. അപ്പം നമ്മൾ കൗശലം പ്രയോഗിച്ച് സ്വന്തം കൂടപ്പിറപ്പിൻ്റെ സ്വത്ത് അതിൽ ചതിക്കാൻ, വഞ്ചിക്കാൻ നമ്മൾ തയ്യാറാകുന്നുവെങ്കിൽ, 4-ാം അധ്യായത്തിലെ ഈ അനന്തരാവകാശ നിയമങ്ങൾ സൂറത്തു നിസായിലാണ് പറയുന്നത്. എന്നിട്ട് അതിൻ്റെ 14-ാമത്തെ ആയത്ത് അതിലെന്താ പറയുന്നത്? വമൻ യഅസുല്ലാഹ വറസൂലഹു, ആരെങ്കിലും അല്ലാഹുവിനെയും അവൻ്റെ റസൂലിനെയും ധിക്കരിക്കുന്നുവെങ്കിൽ, വയതഅദ്ദ ഹുദൂദഹു, അല്ലാഹുവിൻ്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തുന്നുവെങ്കിൽ, ആ നിയമങ്ങളെ ലംഘിക്കുന്നുവെങ്കിൽ, യുദ്ഖിൽഹു നാറൻ ഖാലിദൻ ഫിഹാ, നരകത്തിൽ അവനെ പ്രവേശിപ്പിക്കുന്ന, അതിൽ നിത്യവാസിയായിരിക്കുമെന്ന, വലഹു അദാബു മുഹീൻ, അവന് അപമാനകരമായിട്ടുള്ള ശിക്ഷയുണ്ടായിരിക്കുമെന്നാണ്. അനന്തരാവകാശം അതിലൊക്കെ കൃത്രിമം കാണിച്ച് കുതന്ത്രങ്ങൾ പ്രയോഗിച്ച് എന്തെങ്കിലുമൊക്കെ വാക്ചാരിത കൊണ്ട് അവരുടെ ഹക്ക് അത് നിഷേധിച്ചാൽ കഠിനമായ ശിക്ഷയായിരിക്കും, നരകമായിരിക്കും എന്നാണ് ഖുർആനാണത് പറയുന്നത്. ഖുർആൻ അനന്തരാവകാശ നിയമങ്ങൾ പറഞ്ഞിട്ട് തൊട്ടിതാ പറയുന്നത്. ഇനി നിങ്ങൾ നോക്കൂ, ഇപ്പം നമ്മൾ ഈ മതം മറക്കുന്ന മനസ്സുകളെ കുറിച്ചാണ് പറയുന്നത്. സോഷ്യൽ മീഡിയയിലെ അവസ്ഥ എന്താ? ഈ അടുത്ത് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു നേതാവ്, ആ നേതാവിനെ സംബന്ധിച്ച് ഒരു മുസ്ലിം പേരുള്ള ഒരു മുസ്ലിം നാമധാരി, അദ്ദേഹം മോർഫിംഗ് നടത്തിയിട്ടുള്ള വളരെ വൃത്തികെട്ട ഒരു ഫോട്ടോ അത് പ്രചരിപ്പിക്കുകയുണ്ടായി. അപ്പം അത് മുതൽ പരദൂഷണവും ഏഷണയും അതുപോലെ മോശപ്പെട്ട സംസ്കാരശൂന്യമായിട്ടുള്ള ഏറ്റവും അധമ സംസ്കാരത്തിൻ്റെ വക്താക്കളായിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ വിഹരിക്കുന്ന ഒരു പ്രവണത നമ്മുടെ സമൂഹത്തിൽ. എന്തുകൊണ്ടാണത്? അത് മതം എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ ഒരു വഴിപാടായി നമസ്കരിച്ചാൽ മതി, അല്ലെങ്കിൽ റമദാനിലൊക്കെ അങ്ങനെ അങ്ങോട്ട് ഒരു യാന്ത്രികമായി നോമ്പനുഷ്ഠിച്ചാൽ മതി എന്നുള്ളതാണ്. അത് ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു മതബോധം. നോക്കൂ, നമ്മുടെ ഹൃദയത്തിൽ ഈമാൻ നട്ടു നനച്ച് അതിനെ വെള്ളമൊഴിച്ച് വളർത്തുവാൻ മുസ്ലിങ്ങൾ തയ്യാറില്ല. അതാണ് മതം മറക്കുന്ന മനസ്സുകളുടെ കുഴപ്പമെന്ന് നമ്മൾ അറിയുക. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇത്തരം വാർത്തകളൊക്കെ പ്രചരിപ്പിക്കുന്നവർ പരിശുദ്ധ ഖുർആൻ എടുത്തു നോക്കണം. എന്താ ഖുർആൻ പറയുന്നത്? ഒരാൾ അയാളുടെ കണ്ണുകൾ കൊണ്ട് വ്യഭിചരിക്കുന്നത് കണ്ടാൽ പോലും 4 സാക്ഷികളില്ലാതെ ആരോപണം നടത്താൻ പാടില്ല എന്നുള്ളതാണ്. 24-ാം അധ്യായം സൂറത്തു നൂറിന്റെ 4-ാമത്തെ വചനം, വല്ലദീന യർമൂനൽ മുഹ്സനാത്ത് ثم لم يأتوا بأربعة شهداء فاجلدوهم 80 جلدة ولا تقبلوا لهم شهادة أبدا وأولئك هم الفاسقون. അതായത് വിശുദ്ധ ചാരിത്ര്യവതികളായിട്ടുള്ള സഹോദരിമാരെ സംബന്ധിച്ച് ലൈംഗിക അപവാദം നടത്തുകയും എന്നിട്ട് 4 സാക്ഷികളെ കൊണ്ടുവരാതിരിക്കുകയും ചെയ്യുന്നവർ, അവരെ ഇസ്ലാമിക ശരീഅത്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭരണം നടത്തുന്ന ഭരണകൂടം ചെയ്യേണ്ട ശിക്ഷ എന്താ? ഫജ്ലിദൂഹും 80 ജൽദ, 80 അടിയടിക്കണം എന്നുള്ളതാണ്. എന്ന് മാത്രമാണോ? അല്ല,
വലാ തഖ്ബലു ലഹും ഷഹാദത്തൻ അബദാ, അവരുടെ സാക്ഷ്യം ഒരിക്കലും സ്വീകരിക്കരുത് എന്നുള്ളതാണ്. വഉലൈക ഹുമുൽ ഫാസിഖൂൻ, അവർ അധർമ്മകാരികളാകുന്നു എന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്ത് സൈബർ കുറ്റകൃത്യങ്ങളുടെ പേരിൽ അതിശക്തമായ നിയമങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും ആരും മൈൻഡാക്കുന്നില്ല. അള്ളാൻ്റെ നിയമങ്ങൾ തന്നെ മൈൻഡാക്കുന്നില്ല. എന്നിട്ട് അങ്ങനെ പോകാൻ, അതായത് കേവലം മുസ്ലിം നാമധാരികളായി അധപ്പതിച്ചു കൊണ്ടിരിക്കാൻ. ഇവിടെയാണ് നമ്മൾ ഉണർന്ന് ചിന്തിക്കേണ്ടത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, ഇതാ അത്തഖ്വാ ഹാഹുനാ, അവിടുത്തെ വിരൽ നെഞ്ചിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ഭക്തി എന്ന് പറയുന്നത് എന്തെങ്കിലുമൊക്കെ അനുഷ്ഠാനങ്ങൾ, അതിന് മാത്രമല്ല, ആ അനുഷ്ഠാനങ്ങളല്ല, മറിച്ച് അടിസ്ഥാനപരമായി കൊണ്ട് ഹൃദയാന്തരാളത്തിൽ രൂഢമൂലമായിട്ടുള്ള ഭക്തിയാകുന്നു എന്നുള്ളതാണ്. അതാണ് അത്തഖ്വാ ഹാഹുനാ എന്ന് പറയുന്നത്. പ്രവാചകൻ ആവർത്തിച്ച് 3 തവണ പറഞ്ഞു, അടിയുറച്ചിട്ടുള്ള ദൈവിക ബോധം അതുണ്ടാവണം. മറ്റൊരിക്കൽ പറഞ്ഞു, ശരീരത്തിലൊരു മാംസപിണ്ഡമുണ്ട്, ആ മാംസപിണ്ഡം ശരിയായാൽ നന്നായാൽ എല്ലാം നന്നായി, അത് മോശമായാലോ ഫസദൽ ജസദു കൊല്ലു, അവൻ്റെ ശരീരം മുഴുവനും കുഴപ്പമായി എന്ന. എന്താണ് ആ മാംസപിണ്ഡം എന്ന് പറയുന്നത്? അലാ വഹിയൽ ഖൽബ്, അറിയുക, അത് ഹൃദയമാണെന്ന. മനസ്സ് നന്നാവണം, ഹൃദയം നന്നാവണം എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. മൂല്യബോധമുള്ള ഒരു വിശ്വാസിയാകാൻ നമ്മൾ തയ്യാറായില്ല എങ്കിൽ നമ്മൾ നഷ്ടത്തിലാണ്. കേവലം പേരിന് മുസ്ലിം പേര് പോരാ. മുസ്ലിം ഇപ്പോൾ നമ്മൾ ഡ്രസ്സ് അല്ലെങ്കിൽ കേവലം ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ അത് പോരാ. മറിച്ച് എന്ത് ചെയ്യണം? ഹൃദയത്തെ സ്പർശിക്കുന്ന, മനസ്സിൽ സ്പർശിക്കുന്ന ഒരു വിശ്വാസം, ഒരു ഈമാൻ അതുണ്ടാകണം. അതിനനുസൃതമായിട്ടുള്ള കർമ്മങ്ങൾ ഉണ്ടായിരിക്കണം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്. അതായത് നാട്ടുകാർ, ഒരു രാജ്യത്തിൻ്റെ ആളുകൾ, അവർ വിശ്വസിക്കുകയും എന്നിട്ട് വത്തഖൗ, അവർക്ക് ദൈവിക ഭക്തി, അള്ളാഹുവിനെ കുറിച്ചുള്ള സൂക്ഷ്മതാ ബോധം അതവർ കൈവരിക്കുന്നുവെങ്കിൽ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്, ആകാശങ്ങളിൽ നിന്നും ഭൂമിയിൽ നിന്നും അവർക്ക് അല്ലാഹു തആല അനുഗ്രഹങ്ങൾ ചൊരിയും, അത് തുറന്നു കൊടുക്കുമെന്നാണ്. അപ്പോൾ ഈമാനും തഖ്വയും അതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അതല്ല എങ്കിലോ നമ്മളിങ്ങനെ കൈ ഉയർത്തുന്നു, മനസ്സറിയാതെ പ്രാർത്ഥനകൾ, മനസ്സിൽ സ്പർശിക്കാത്ത നമസ്കാരങ്ങൾ, സ്വാധീനം ചെലുത്താത്ത ഉംറകൾ, സ്വാധീനം ചെലുത്താത്ത ഒരു മാറ്റവും ഉണ്ടാക്കാത്ത ഒരു മതത്തിൻ്റെ ചില നിയമങ്ങൾ അങ്ങനെ നമ്മൾ അതിനർത്ഥമില്ല പ്രിയമുള്ളവരെ. അതല്ലാഹു പരിഗണിക്കുമോ? അതല്ലാഹു സ്വീകരിക്കുമോ? ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, ഭക്തിയുള്ള ആളുകളിൽ നിന്നാണ് അല്ലാഹു തആല കർമ്മങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ മാറ്റങ്ങൾക്ക് തയ്യാറാവുക എന്നാണ് ഉണർത്തുവാനുള്ളത്. മൂല്യബോധമുള്ള, മതബോധമുള്ള, ഹൃദയത്തെ സ്പർശിക്കുന്ന ആ രൂപത്തിലേക്ക് നമ്മുടെ വിശ്വാസവും കർമ്മങ്ങളും. മഹാനായ ഹൻളല റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട് സഹീഹ് മുസ്ലിമിലെ 2750 വചനത്തിൽ. അവർ സഹാബികൾക്കൊക്കെ എന്താ പറയുക, അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അവർക്ക് വല്ലാത്ത ഒരു മതത്തെ, ഹൃദയത്തെ സ്വാധീനിച്ചിട്ടുള്ള ഒരു ഈമാൻ, നിറഞ്ഞു തുളുമ്പുന്ന ഈമാനാണ്. അതിന്ന് വല്ലപ്പോഴും കുറവ് വരുന്നു എന്ന് തോന്നിയാൽ അവരുടെ മുഖത്തത് പ്രകടമാകും. ഹൻളല റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹുവിനെ കണ്ടുമുട്ടുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് ചോദിച്ചു, ഹൻളല നിനക്ക് എന്തു പറ്റി? അദ്ദേഹം സങ്കടത്തോടുകൂടെ പറയുകയാണ്, അബൂബക്കർ സിദ്ദീഖ്, എനിക്ക് പ്രവാചകന്റെ സന്നിധിയിലിരിക്കുമ്പോൾ നല്ല ഈമാനാണ്, നരകവും സ്വർഗമൊക്കെ കൺമുന്നിൽ കാണുന്നത് പോലെയാണ്.
എന്നാൽ എൻ്റെ കുടുംബത്തിലേക്ക് ഇണകളുടെ മക്കളുടെ കൃഷിയിടങ്ങളുടെ അവിടേക്കൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്കതൊക്കെ ഇങ്ങനെ കുറവ് വരികയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഇത് എൻ്റെ മാത്രം പ്രശ്നമല്ല, ഞങ്ങൾക്കൊക്കെയുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ചോദ്യം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ ഈമാൻ കുറയുന്നത് അവർക്ക് സഹിക്കുന്നില്ല. ഈമാന് അതൊന്ന് താഴുന്നത് അസഹ്യമാണ് അവർക്ക്. ആ ഒരു വിചാരമാണ് നമുക്കുണ്ടാവേണ്ടത്. അങ്ങനെ അബൂബക്കർ സിദ്ദീഖും മഹാനായ ഹൻളല റളിയല്ലാഹു അൻഹുവും പ്രവാചകന്റെ സന്നിധിയിലേക്ക് പോകുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ കാര്യങ്ങൾ പറഞ്ഞു. ഇങ്ങനെ പ്രവാചകന്റെ സദസ്സിലിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബോധവും ഈമാനും തഖ്വയും, അങ്ങനെ വീട്ടിലേക്കും കൃഷിയിടത്തിലേക്കൊക്കെ പോയാൽ അതൊക്കെ കുറവ് വരുന്ന സാഹചര്യവും. അപ്പോൾ മഹാനായിട്ടുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദി, മുഹമ്മദ് നബിയുടെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. അതാ മലിക്കുൽ ജബ്ബാറായ പടച്ച റബ്ബ് തന്നെയാണ് സത്യം. നിങ്ങൾ എൻ്റെ അടുക്കൽ ഒരുമിച്ച് കൂടുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഈമാനികപരമായിട്ടുള്ള ആ ഒരു ഉയർച്ചയുണ്ടല്ലോ, ആ ഉയർച്ച നിങ്ങളുടെ വിരിപ്പുകളിൽ, നിങ്ങളുടെ കുടുംബത്തിലും ഒക്കെ എവിടെ ചെന്നാലും നിങ്ങൾക്കതുണ്ടാകുമായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് മലക്കുകൾ ഹസ്തദാനം ചെയ്യുമായിരുന്നു എന്നാണ്. അപ്പോൾ മനുഷ്യർക്ക് ചില സമയത്ത് അത് കുറയും, പക്ഷേ ആ ഒരു ചിന്ത വേണം. എന്താ ചിന്ത? എൻ്റെ ഈമാൻ കുറയുന്നുണ്ടോ, എനിക്ക് മൂല്യശോഷണം സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത്. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളുമൊക്കെ നമുക്കൊക്കെ അബദ്ധങ്ങൾ വരാം. പക്ഷേ നമ്മൾ ചിന്തിക്കുക, തെറ്റിൽ നിന്ന് മടങ്ങുക, അള്ളാഹുവിനോട് അടുക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഹൃദയം ഈമാന് കൊണ്ട് തഖ്വ കൊണ്ട് അലങ്കരിക്കുന്ന ആളുകളായി മാറുവാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا يا أرحم الراحمين. صلى الله وسلم على نبينا محمد والحمد لله رب العالمين.